ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് കുറച്ച് ജാതി വിശേഷങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടിക്ക് അടുത്തുള്ള കൊമ്പൊടിഞ്ഞാൽ എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അവിടെ വന്ന് പുന്നത്താനം ജാതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പുന്നത്താനം ജാതിയെക്കുറിച്ച് എല്ലാ ജാതി കർഷകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ആ ഫാം വിസിറ്റ് കുറച്ച് നാളുകളായി. ഞാൻ ഏകദേശം ഒരു 6 വർഷം മുമ്പാണ് ഇവിടെ വന്നിട്ട് അച്ചായനുള്ള സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അതിനുശേഷം കുറച്ച് നാളുകളായി ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ചേട്ടായി വിളിച്ചിട്ട് ഇവിടെ വന്നതാണ്. ഹായ് സാഞ്ചേട്ടാ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. ഒത്തിരി നാളായി കണ്ടിട്ടല്ലേ? കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 വർഷമായി തോന്നുന്നു. 6 വർഷമായി. എൻ്റെ ഫാദറുള്ള സമയത്തായിരുന്നു താങ്കൾ ഇവിടെ വന്ന ഒരു വീഡിയോ എടുത്തത്. അത് ഞങ്ങൾ സാഞ്ചേട്ടന് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് വന്ന ഫാദറിന്റെ കണ്ടത്തിലായിരുന്നു പുന്നത്താനം. അതെ, ഫാദറിന്റെ കണ്ടത്തിലാണ് പുന്നത്താനം. അതെ, അതിനെക്കുറിച്ച് നമ്മൾ നല്ല വിശദമായിട്ടാണ് പറഞ്ഞിരുന്നു. അതെ. ഓക്കെ, ഇന്ന് എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇന്ന് പറയാനുള്ളത് ഇപ്പം പുന്നത്താനം ജാതിയെക്കുറിച്ച് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഫാദറായിട്ട് ഇന്നോവേറ്റ് ചെയ്ത ഒരു ജാതി ഇനമാണിത്. അത് അന്ന് ആ വീഡിയോ എടുത്തതിന് ശേഷം ഒരുപാട് പേരിലേക്ക് എത്തിയിരുന്നു. ഒരുപാട് അപ്രീസിയേഷൻസ് നമുക്ക് കിട്ടി, അന്വേഷണങ്ങളുണ്ടായിരുന്നു. പുന്നത്താനം ജാതി ഒരു ജാതി എന്നുള്ള ഒരു തൈ മാത്രമല്ല, അത് 30-ൽ പരം വർഷങ്ങളുടെ ഒരു നിരീക്ഷണത്തിലൂടെയും അനുഭവ പരിചയത്തിലൂടെയും വളർന്നു വന്ന ഒരു വിശ്വസനീയമായ നാടൻ ജാതി ഇനമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പമുള്ള കായും വലിപ്പമുള്ള പത്രിയും ആണ്. കൂടാതെ തന്നെ നല്ല ഉൽപ്പാദനവുമുണ്ട് ഈ വെറൈറ്റിക്ക്. ഇത് ഹൈ റേഞ്ചാണ്. ഹൈ റേഞ്ച് ഇടുക്കിയിലാണ് ഇതിൻ്റെ ഉത്ഭവം. അപ്പം നമുക്ക് ലോ റേഞ്ചിലേക്ക് ഇത് ഉണ്ടാവില്ലേ? ലോ റേഞ്ചിലും ഉണ്ടാവും, പക്ഷേ ചെറിയ വേരിയേഷൻ ചിലപ്പോൾ ഉണ്ടാവാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു തൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൈ നടിയിൽ അതിൻ്റെ വളപ്രയോഗം, അതിൻ്റെ പരിപാലനം, രോഗകീട നിയന്ത്രണം, ഇതൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അറിഞ്ഞിട്ടില്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളിത് എങ്ങനെയാണ് കണ്ടെത്തിയത്, എങ്ങനെയായിരുന്നു നമ്മൾക്കിലേക്ക് എത്തിയത്, അതൊന്ന് പറഞ്ഞേ. ഇത് 70 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തു നിന്ന്, അതായത് മൂന്നലൂർ പഞ്ചായത്തിൽ നിന്ന് ഇടുക്കിയിലേക്ക് കുടിയേറിയതാണ് എൻ്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ ബ്രദേഴ്സ് എല്ലാവരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ തുടക്കത്തിൽ നെല്ല് കൃഷി ഉണ്ടായിരുന്നു, പിന്നെ കുരുമുളക് കൃഷിയായിരുന്നു. അതിനുശേഷം ഇവർ ജാതി കൃഷി തുടങ്ങി. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനാണ് ആദ്യമായിട്ട് തന്നെ ജാതിക്കുരു നാട്ടിലെ കളത്തുക്കടവിലുള്ള ഞങ്ങളുടെ ഫാമിൽ നിന്നും ജാതിക്കുരു ഇവിടെ കൊണ്ടുവന്ന് ആദ്യമേ തന്നെ ഈ ഫാമിൽ നട്ടുപിടിപ്പിച്ച് തുടങ്ങിയത് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ ജോസഫ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പേരപ്പനായിരുന്നു. മാറി മാറി കൃഷി ചെയ്ത് ചിലപ്പോൾ വലിപ്പമുള്ള കായ് പാകി വീണ്ടും നട്ടു, വീണ്ടും വളർന്നു, അതിൻ്റെ റിസൾട്ട് കണ്ടു. അങ്ങനെ ഇപ്പോൾ 70 വർഷങ്ങളായല്ലോ. ഇതിനിടയിൽ ഏകദേശം ഒരു 32ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് പുന്നത്താനം ജാതി ഐഡൻറ്റിഫൈ ചെയ്തത്. അത് എൻ്റെ ഫാദറാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ആ ജാതിയുടെ പ്രത്യേകത ഇതുപോലുള്ള വലിപ്പമുള്ള കായും പത്രയും കണ്ടപ്പോൾ അതിനെ കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ബഡ്ഡിങ്ങിലൂടെ അത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ പറമ്പിൽ ഇപ്പോൾ ഒരു 75% പുന്നത്താനം ജാതിയാണ് നട്ടു വളർത്തിയിരിക്കുന്നത്. നല്ല നിറഞ്ഞ് കായ്ക്കും ഈ ജാതി. എൻ്റെ ഒരു ലുക്കെന്ന് പറഞ്ഞ ഒരു ക്രിസ്മസ് ട്രീ ആകൃതിയിലാണ്. അപ്പോൾ അങ്ങനെ വന്ന ആ ജാതി കണ്ടപ്പോഴാണ് ആൻ്റണി മുനീറ സാറൊക്കെയാണ് ഇതിനകത്ത് ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞ് ഇത് അവാർഡിന് അപേക്ഷിക്കണം. അങ്ങനെയാണ് നമ്മൾ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷനിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുകയും അവർ 6 മാസങ്ങൾക്ക് ശേഷം അവരിവിടെ വരികയും ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ എല്ലാ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഒരു അവാർഡിലേക്ക് വന്നത്. അധികം വൈഡാകുന്ന ഒരു വെറൈറ്റി അല്ലത്. ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ അല്പം ഒതുങ്ങി വളരുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ക്രിസ്മസ് ട്രീ രീതിയിലാണ്. അപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു മെച്ചം 20 അടി അകലത്തിൽ നടാൻ പറ്റും. സാധാരണ ജാതി 25-30 അടി അകലത്തിൽ നടുമ്പോൾ ഇത് 20 അടി അകലത്തിൽ നടാം. ഒരേക്കർ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ജാതി കൃഷി തന്നെയാണെങ്കിൽ ഏകദേശം 100 ജാതി പുന്നത്താനം ജാതിയാണെങ്കിൽ നടാം. മറ്റ് ജാതിയാകുമ്പോൾ 70-75 നിൽക്കും. ഇത് കൂടുതൽ എണ്ണം നടാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഏണിങ് അതിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നല്ല വലിപ്പമുള്ള കായും പത്രിയാണ്. നേരത്തെ തന്നെ നന്നായിട്ട് കായ്ച്ചു തുടങ്ങും. നല്ല ഉൽപ്പാദനം തുടക്കം മുതലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും ചെറിയൊരു പ്രശ്നമുണ്ട്, ജാതിയെ അല്പം ഇരുത്തിക്കളയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 4-ാം വർഷം 5-ാം വർഷമൊക്കെ അധികം കാ പിടിപ്പിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കുറച്ചൊക്കെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്കൊരൊക്കെ അബദ്ധം പറ്റി. ആദ്യമേ നല്ല നിറയെ കാ കാണുമ്പോൾ നമുക്കത് പറിച്ച് അത് എല്ലാം ഞങ്ങൾ നിലനിർത്തി. അപ്പോൾ ഈ ജാതി ഇത്രയും നല്ല വലിപ്പമുണ്ടല്ലോ, കായ്ക്കും പത്രിക്കും, അതിനകത്തൊണ്ടിനും അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ആ ജാതിയെ കുറച്ച് അതിൻ്റെ ഗ്രോത്തിനെ ഇച്ചിരി ബാധിക്കും. അതുകൊണ്ട് അപ്പം നല്ല പരിപാലനം, നല്ല വളപ്രയോഗമൊക്കെ കൊടുത്ത് തുടക്കത്തിൽ അധികം കാ പിടിക്കാതെ ജാതി ഇച്ചിരി വളർന്നതിന് ശേഷം നന്നായിട്ട് കാ പിടിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈ വെറൈറ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ എത്ര വർഷം നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം? അതിനായിട്ട് 3 വർഷം തൊട്ടേ കാ പിടിച്ചു തുടങ്ങും. പക്ഷേ അന്നേരം നമ്മൾ ഏതാനും 3-4 എണ്ണം ഒക്കെ നിർത്തുക. ബാക്കി കൂടുതലുണ്ടെങ്കിൽ അത് പറിച്ച് കളയുക. 4-5 വർഷങ്ങളിൽ ഒരു ഉണ്ടാകുന്ന കാ പിടിക്കുന്നതിൻ്റെ ഒരു പകുതിയോളം കളഞ്ഞിട്ട് പകുതി മാത്രം നമ്മൾ വളർത്തിയാൽ മതിയാവും.
അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആദ്യത്തെ 2 വർഷം 4-5 വർഷങ്ങളിൽ അപ്പോൾ ജാതിക്ക് കുറച്ചുകൂടി വളർച്ച കിട്ടും. അങ്ങനെ വളർന്നു കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ജാതിക്ക് അതിനുള്ള ഹെൽത്ത് ഉണ്ട്. അപ്പം കൂടുതൽ കാവ് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ തൂക്കം എങ്ങനെ വരും? തൂക്കം അതായത് ഞങ്ങളുടെ ഏറ്റവും നല്ലതിന് എനിക്ക് 44 കായ്ക്ക് വരെ 1 കിലോ കിട്ടിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം, ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ല തിരഞ്ഞെടുക്കുമ്പോൾ ആവറേജ് വരുമ്പോൾ ഒരു 60-65 കായ്കൾ വേണ്ടി വരും 1 കിലോയ്ക്ക്. 1 കിലോയിൽ. അപ്പം അതുപോലെ തന്നെ എൻ്റെ പത്രിയാണെങ്കിൽ 3 to 4 ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം കിട്ടുക. ഏറ്റവും നല്ലത് 4 ഗ്രാം 4.5 ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആവറേജ് പറയുമ്പം 3-നും 4-നും ഇടയ്ക്ക് വരും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ജാതിയിൽ എത്ര വരുമാനം കിട്ടുമെന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് അപ്പോൾ ഒരു ജാതി അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു മച്യൂർ ആയ ജാതിയുടെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഒരു 10 വർഷമായ ജാതിയാണ് മച്യൂരിറ്റി ആയ ജാതി എന്ന് പറയുക. അപ്പോൾ അത്യാവശ്യം വളർന്നിട്ടുണ്ടാവും. ആ ജാതിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന, അത് കണക്കെടുത്തിരിക്കുന്നത് ഞങ്ങളല്ല, യൂണിവേഴ്സിറ്റിയാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി നടത്തിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പുന്നത്താനം ജാതിക്ക് ഒരു 1500 കായാണ് ഒരു സീസണിൽ കിട്ടുക. 1500 കായ എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള കായ ആയതുകൊണ്ട് നമുക്ക് ഡബിൾ സൈസ് ആയതുകൊണ്ട് പ്രശ്നമില്ല, തൂക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 20 കിലോ ഉണക്കക്കായും 4.5 കിലോ ഫ്ലവർ അല്ലെ പത്രിയാണ് കിട്ടുക എന്നാണ്. ഒരു സീസൺ ആണോ അതോ ഒരു സീസൺ ഒരു വർഷം, ഒരു വർഷത്തിലെയാണ്. ഒരു വർഷത്തിൽ ഇത് ഓൾ സീസൺ ആണോ? എപ്പോഴും കായ ഉണ്ടോ? എങ്ങനെയാണ്? നമുക്കൊരു 7-8 മാസ സമയങ്ങളിൽ കായ ഉണ്ടാവും. അതായത് 2 സീസണാണ്. അല്ല, ചിലർ പറയും പല ജനറേഷൻ ഇപ്പം എപ്പോഴും പൂവിടും എപ്പോഴും കായിടും, ഈ 12 മാസവും കായുന്ന ചില ഇനങ്ങളെ കുറിച്ച് പറയുന്നത്. അതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. 12 മാസം ഈ പൂവിടിയും കായടിയിലും ഒക്കെ ഉണ്ട്. 4 തവണ പൂവും കായൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്ക് 2 സീസണാണ് മെയിനായിട്ട് കിട്ടുക. ജൂൺ മാസത്തിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയുള്ള ഒരു സീസൺ മെയിനായിട്ടുള്ളത്. പിന്നത് നവംബർ, ഡിസംബർ, ജനുവരി ആ സമയത്തെ രണ്ടാമത്തെ. പിന്നെ ഓൾ സീസൺ എന്നൊക്കെ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോ കായ ഇങ്ങനെ മൂത്ത് കിട്ടിക്കൊണ്ടിരിക്കുക. അത് ഇവിടെയും കിട്ടുന്നതാണ്. അത് വലിയൊരു വിളവെടുപ്പല്ലോ, ചെറിയൊരു സീസൺ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ ജാതി നോക്കിക്കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള കായകൾ കാണാൻ പറ്റും. അപ്പോൾ അത് പല സീസണുകളിൽ ഉണ്ടായിട്ടുള്ള കായകളായിരിക്കും. 4 കിലോ പത്രിയും ഒരു 4-4.5 കിലോ പത്രിയും ഒരു 20 കിലോ ഉണക്കക്കായും. അത് എല്ലാ ജാതിക്ക് കിട്ടും. നമുക്ക് വെറുതെ ഇങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന, നല്ല കൃഷി സ്ഥലത്ത് നല്ല രീതിയിൽ ചെയ്ത് നല്ല ഉൽപ്പാദനം ഉള്ളപ്പോഴാണ് അത് കിട്ടുക. അല്ലാതെ ആൾക്കാർ വിചാരിക്കും ഒരു ജാതിയിൽ നിന്ന് തന്നെ 20 കിലോ വെച്ച് കിട്ടുമെന്നൊക്കെ പറയുന്ന അതിശയോക്തിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് കായ്ക്കുവാണെങ്കിൽ അത് കിട്ടും. പക്ഷേ അത് എല്ലാ സീസണിലും ഒരുപോലെ കിട്ടണമെന്നില്ല. ഒരു വർഷം നന്നായിട്ട് കായ്ച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം സ്വാഭാവികമായിട്ടും അല്പം ഉൽപ്പാദനം കുറഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം 2500 രൂപ അല്ലേ പത്രി വില? ഇപ്പോൾ ഏകദേശം 2500 രൂപ ഉണ്ട്. ഇപ്പം ഈ വർഷമൊക്കെ ഡിമാൻഡ് കൂടുതലാണെന്ന് തോന്നുന്നു. തുടക്കം മുതൽ തന്നെ ഏകദേശം 400 രൂപയോളം ജാതിക്കായ്ക്ക് വിലയുണ്ട്. ഓക്കെ, അല്ല നമുക്കൊരു ആവറേജ് ഒരു വർഷം എന്നാ പണമായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും? പണമായിട്ട് കണക്ക് കൂട്ടുവാണെങ്കിൽ ഇപ്പോൾ ഈ 20 കിലോയുടെ ഒരു കണക്ക് പറയുവാണെങ്കിൽ നമുക്ക് നോക്കാം. 20 8,000 രൂപ അതിൻ്റെ കായ്ക്കും. അതിൻ്റെ പത്രിക്കാണെങ്കിൽ ഒരു 10,000 രൂപ. അപ്പോൾ 8, 10, 18 ഒരു 20 രൂപ കിട്ടും. അത് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. പക്ഷേ അത്രയും കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും നല്ല രീതിയിൽ അവർ യൂണിവേഴ്സിറ്റി ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്കാണ്. ഏറ്റവും നല്ല റിസൾട്ടിലാണ് കിട്ടുക. ഒരു ആവറേജ് ഒരു 15 രൂപ കൂട്ടാം. ആവറേജ് 15 കിട്ടത്തില്ല. എല്ലാ ജാതിയിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഒരു 10 രൂപ വെച്ച് കിട്ടും. ഒരു അത്രയൊക്കെ നമ്മൾ ഒരു 10 വർഷമായ നല്ല വലിപ്പത്തിലുള്ള ജാതിയാണെങ്കിൽ അത്രയൊക്കെ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലവെന്നാ വരും ഒരു വർഷം? ചിലവെന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു ജാതിയുടെ കാര്യത്തിൽ നമുക്ക് കൃഷി വളരെ എളുപ്പമാണ്. നമ്മൾ ജാതി നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷമേ പരിപാലനം ഉള്ളൂ. അതെന്ന് വെച്ചാൽ പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകാൻ നോക്കുക, ഗ്രീൻ നെറ്റ് കെട്ടി സമ്മറിലൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുക, വെള്ളം നനച്ചു കൊടുക്കുക. പിന്നെ വളപ്രയോഗം ഒരു വർഷത്തിൽ 2 തവണയാണ് വളപ്രയോഗം ചെയ്യുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു 10 വർഷമായ ജാതിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ ഒരു 10-20 കിലോ ഉണക്ക കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ, പിന്നെ 1 കിലോ വേപ്പ് മിണ്ണാക്ക്, പിന്നെ കുറച്ച് രാസവളം അല്പം NPK കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജാതിക്ക് കൊടുക്കുന്ന പ്രയോഗം എന്ന് പറഞ്ഞാൽ 1000 രൂപയിൽ താഴെ വരത്തുള്ളൂ. അപ്പോൾ ഒരു 1000 രൂപയുടെ വളപ്രയോഗവും വരുന്നു. ഒരു കുട്ടിക്കും നമ്മൾ ഇച്ചിരി കൂടുതലായിട്ട് കൂട്ടുവാണ്, പണിക്കൂലി എല്ലാം കൂടെ കൂട്ടി 2000 രൂപ ചിലവായിന്ന് കൂട്ടിക്കും. അത്രയാകത്തില്ല. അത് നന്നായിട്ട് ചെയ്യുന്നവർക്കാണ്. അത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ശരാശരി ഒരു നല്ല ജാതി, ഒരു 10 വർഷം പ്രായമായ ജാതിയാണെങ്കിൽ ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 20,000 രൂപയല്ലേ, ഒരു 10,000 എങ്കിലും കിട്ടും നമുക്ക് കണക്കൂട്ടാം.
ഓക്കെ. അതെ. ഒരു പെർ ഇയർ. അതെ അതെ അതെ, ഒരു സീസൺ. അത് നമ്മുടെ ഈ പുന്നത്താനം അങ്ങനെ തന്നെയാണോ അതോ എല്ലാ ജാതികളും കോമൺ ആയിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത്? എല്ലാ ജാതിക്കും അങ്ങനെയല്ല. ചില ജാതി ഇപ്പോൾ ജാതിക്ക് 100 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഉൽപ്പാദനം കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്, വലിപ്പം കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, പത്രിക്കട്ടി കൂടിയത്, കുറഞ്ഞത്, കായ വലുത്, ചെറുത്, ഇങ്ങനെ നിരവധിയായ വെറൈറ്റീസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ജാതി എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ 10,000 രൂപ വെച്ച് കിട്ടുമെന്നൊന്നും ആർക്കും വിചാരിച്ചിട്ട് കാര്യമില്ല. അത് നല്ല ഇനമായിരിക്കണം. നമ്മൾ ജാതി തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതായിരിക്കണം, നമ്മുടെ പ്രദേശത്തിൽ നന്നായിട്ട് വളരുന്നതായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ കർഷകർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ 4-5 വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും തൈ വാങ്ങിച്ചു വെച്ചു, അല്ലെങ്കിൽ വില കുറഞ്ഞു നോക്കി വാങ്ങിച്ചു വെച്ചു എന്നൊക്കെ ചിലർ പറയാറുണ്ട്, വില കൂടുതലാണല്ലോ നമ്മുടെ വെറൈറ്റിക്ക് എന്നൊക്കെ. പക്ഷേ ഇതിനൊരു മൂല്യമുണ്ട്. ആ മൂല്യത്തിന് അതിനനുസരിച്ചുള്ള ഗുണവും നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം തൈകൾ വാങ്ങിച്ച് നല്ല നമ്മുടെ പ്രദേശത്ത് നന്നായിട്ട് ഉൽപ്പാദനമുള്ള തൈകൾ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ തോട്ടങ്ങളിൽ എവിടെയെങ്കിലും നല്ല കായ്ഫലമുള്ള ജാതി നോക്കിയിട്ട് അതിൻ്റെ ബഡ് കമ്പ് കൊണ്ടുവന്ന് സ്വന്തം പറമ്പിൽ ബഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ ലോ റേഞ്ചിലുള്ളവരാണെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവരവരുടെ ഏരിയകളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം. ഇതാണ് നമ്മുടെ കായ. അതെ, നോക്കൂ, നല്ല വലിപ്പമുണ്ട്. നോക്കൂ, കാണുമ്പോൾ തന്നെ നമുക്ക് കായ എടുക്കാനൊക്കെ ഒരു പ്രത്യേക സുഖമുണ്ട്. നമുക്ക് മറ്റ് ചെറിയ കായ ആണെങ്കിൽ ഇപ്പോൾ എണ്ണം കൂടുതൽ, ഇപ്പോൾ 3 എണ്ണം പറക്കേണ്ടി വരും. ഇതിപ്പോൾ ഒറ്റ എണ്ണം ഇത്രയും വലിപ്പത്തിലൊരു കായ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട് നമുക്ക്. പത്രി നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അങ്ങനെ ഇത് ഒരു പൊതിഞ്ഞ പത്രിയാണ്. ഇത് കണ്ടോ, കായ്ക്ക് നല്ല വലിപ്പമുണ്ടല്ലേ. നല്ല ഒരു നമുക്ക് വളരെ ചെറിയൊരു ജാതിക്കയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ജാതി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമില്ല. നിങ്ങളുടെയൊക്കെ പറമ്പിൽ ഇതുപോലത്തെ വലിയ നാടൻ ജാതികളുണ്ടാകും. അതിൻ്റെ കായകൾ തീരെ നെല്ലിക്ക വലിപ്പത്തിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് ഇങ്ങനെയുള്ള മോശം ജാതികൾ നന്നാക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ടോപ്പ് വർക്ക് എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടോ, ഈ ഫാം വെച്ച് വെട്ടിവിട്ടു. ഇത് പഴയ ചെടിയുടെ ബ്രാഞ്ചാണ്. അത് ഒരു ബ്രാഞ്ച് അവിടെ നിർത്തി പുതിയതായിട്ട് ഇതുപോലെ കയറി വരുന്ന ഷൂട്ടിൽ നമ്മൾ ബഡ് ചെയ്തതാണ്. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ഇത് ഒരു ബഡ് ജാതി, പുന്നത്താനം ജാതി, ഇതിൽ നമ്മൾ ബഡ് ചെയ്തിട്ടുണ്ട്. അത് കായ്ച്ചു, ഓൾറെഡി അതിൽ കായുണ്ട്. ഇത് വേറെ ഇനം ബഡ് ചെയ്ത് ഞാൻ കുറച്ച് പരീക്ഷണം കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ വേറെ 2-3 ഇപ്പം ഇതിൽ 3 വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബഡാണിത്, ഇതും ബഡാണ്, ഇതും ബഡാണ്, ഇതും ബഡാണ്. അപ്പോൾ ഇങ്ങനെ 4-5 എണ്ണം ബഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് നോക്കും അതിൻ്റെ കരുത്ത് കണ്ടോ. ഈ ജാതിക്ക് ഇഷ്ടംപോലെ വേരുകൾ അടിയിലുണ്ട്. കാരണം ഈ ജാതിയുടെ വേരുകൾ ഇഷ്ടംപോലെ അടിയിലുള്ളത് കൊണ്ട് മുകളിലേക്ക് ഇതുപോലെ വീണ്ടും എന്നിട്ട് ഈ 5 എണ്ണം ബഡ് ചെയ്ത് ഇത്രയും വളർന്നിട്ട് പോലും പുതിയത് കയറി വരുന്നു. ഇതൊന്നും ഇനിയിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്തതിനെ നമുക്ക് പ്രൂൺ ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മോശമുള്ള ജാതി നന്നാക്കി എടുക്കാൻ പറ്റും. സഞ്ജറ നഴ്സറിയും സജീവമല്ലേ? നഴ്സറി നമുക്ക് ചെറുതായിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി നഴ്സറിക്കാരല്ലായിരുന്നു, നമ്മൾ ഫാർമേഴ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണല്ലോ മറ്റ് ഫാർമേഴ്സ് തൈകൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെറിയൊരു നഴ്സറി. അപ്പോൾ നമ്മൾ മറ്റൊരു വാക്കിൻ കസ്റ്റമേഴ്സ് വരുന്ന ഒരു പ്രദേശമല്ല ഇത്. നമ്മുടെ വീടിനോട് ചേർന്ന് ഫാം ഹൗസാണ്, ഫാമാണ്. ആ ഫാമിനോട് ചേർന്ന് കുറച്ച് തൈകൾ ഉണ്ടാക്കുന്നു. അതൊരു വലിയൊരു ബിസിനസ് രീതിയിൽ ഇതുവരെയും ചെയ്തിട്ടില്ല. ആദ്യം കാണിച്ച കുറച്ച് ചെറുതായിരുന്നു. ഇത് അല്പം കൂടി വലുതായിട്ടുണ്ട്. ഇത് 1 വർഷം കഴിഞ്ഞാണ്, 1.5 വർഷം ആകാറ, 1 വർഷം കഴിഞ്ഞ തൈകളാണ് ഇതൊക്കെ. ഇതെന്തില്ല ബഡ് ചെയ്യുന്നത്? എല്ലാം നമ്മളിപ്പം നാടൻ ജാതിയിലാണ് ബഡ് ചെയ്യുക. അപ്പം കാട്ടുജാതിയിലുള്ള ബഡ്ഡിങ് അങ്ങോട്ട് ഏകദേശം ഒരു വളരെ 5% മാത്രമൊക്കെ ചെയ്യുന്നുള്ളൂ. കാരണം ഈ കാട്ടുജാതി ബഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബഡ് ജോയിൻ്റ് വണ്ണം വെക്കുന്നൊരു പ്രശ്നം പ്രത്യേകിച്ച് ലോ റേഞ്ച് കാണാറുണ്ട്. കുറച്ച് അങ്ങോട്ടൊക്കെ ഇരിക്കുന്നത് ബഡ് ചെയ്യാത്ത തൈകളാണ്. ഈ വർഷം ബഡ്ഡിങ് തുടങ്ങിയിട്ടില്ല. അത് ചെയ്യണം. നമ്മുടെ തൈ എന്നാ റേറ്റിനാണ് കൊടുക്കുന്നത്? നമ്മൾ തൈക്ക് 800 രൂപ മുതൽ മുകളിലേക്ക് പോകും. 800 രൂപ മുതൽ സ്റ്റാർട്ടിങ് 800. 800 രൂപയുടെ തൈ ഏതാ ഒന്ന് കാണിക്കോ? 800 രൂപയുടെ തൈകൾ ഈ ഇരിക്കുന്ന തൈകളൊക്കെ ഇത്. അതെ. ഇതിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളുകളുടെ കായ്? ഇതൊക്കെ 3 വർഷം ആകുമ്പോൾ തൊട്ട് പൂവിട്ട് തുടങ്ങും. 3 വർഷം പൂവിട്ട് തുടങ്ങും. പക്ഷേ നല്ലൊരു ആദായത്തിലേക്ക് വരാനായിട്ട് 5 to 6 വർഷം എടുക്കും. പക്ഷെ നല്ല മച്യൂരിറ്റി എത്താനായിട്ട് 10 വർഷം എടുക്കും. പിന്നെ നമ്മുടെ വെറൈറ്റി കുറച്ച് ആദ്യം മുതൽ കായ്ക്കുന്നതായതുകൊണ്ട് കുറച്ചും കൂടി ഗ്രോത്ത് ഇച്ചിരി സ്ലോ എന്ന് തോന്നാം. പക്ഷെ അത് സ്ട്രെങ്ത് ഒക്കെ ഉണ്ട് ആ ജാതിക്ക്. പക്ഷെ അത് കായ്ക്കുന്നത് കൊണ്ടാണ് ജാതി ഇച്ചിരി ഡോഫ് മോഡലിൽ തോന്നുക. കുറച്ചും കൂടി വലിയ തൈകളാണ് ഇതൊക്കെ. ആകുമ്പോൾ 1000 മുതൽ 1200 രൂപ റേഞ്ചൊക്കെ വരുന്ന. അതെ, ഈ റേഞ്ചൊക്കെ വരുന്നു ഈ തൈകളൊക്കെ. നമുക്ക് ഈ ഒരു കുറച്ചുകൂടെ വലുതല്ലേ വെക്കുന്നത് നല്ലത്? അതോ ഈ ഒരു അല്ല, ഇത്രയൊക്കെ മതിയാവും. കാരണം ഇത്രയും ഈ വലിപ്പമുള്ള തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മണ്ണിൽ നിന്ന് വളർന്നു വരാൻ എളുപ്പമുണ്ട്. തീരെ പൊക്കം കുറഞ്ഞ തൈകളെക്കാളും അല്പം കൂടി വലുതായിരിക്കും കുറച്ചും കൂടി വളർച്ചയ്ക്ക് നല്ലത്. ഇത് നമ്മുടെ ഈ ബാക്കി കാണുന്ന ഒരു പുതിയ വെറൈറ്റിയാണ്. അത് പ്രീമിയം എന്നാണ് അതിന് പേരിരിക്കുന്നത്. അത് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉൽപ്പാദനം കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ട് എന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കായും പത്രിയൊക്കെ വലിപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടാമതൊരു വെറൈറ്റിയും കൂടെ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് കാണിച്ചു തരുമോ? കാണിക്കാം. അതിൻ്റെ കായകൾ ഈ സൈഡിലേക്കാളും കായ കുറച്ചുകൂടെ ബാക്ക് സൈഡിലാണ്. വരൂ ഇങ്ങോട്ട് നോക്കൂ.
ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ കായുണ്ട്. ആ എന്നാൽ അല്പം കൂടി മറ്റേതിനേക്കാളും കുറച്ചും കൂടി വൈഡാകുന്നൊരു വെറൈറ്റിയാണിത്. അത് പൊട്ടിച്ച് കാണിക്കോ? ഇതാണോ അത് പ്രീമിയം? അതെ, പ്രീമിയം. ഇതിനും വലിപ്പമുണ്ട്. മറ്റേനെ കഴിഞ്ഞ് വലിപ്പം അത് അത്രയില്ല, അല്പം കുറവ് വരും. പക്ഷെ നല്ല പൊതിഞ്ഞ പത്രയും. പിന്നെ ഇത് വ്യത്യാസം എന്താണ് മറ്റേന്ന്? മറ്റേതിന് കുറച്ചും കായ്ക്ക് അല്പം കൂടി വലിപ്പം കൂടുതൽ മറ്റേതിനാണ്. ഇത് പത്രിക വലിപ്പം? ഇത് പത്രിക്ക് കുറച്ചും കൂടി വലിപ്പമുണ്ട്. അത് തന്നെയല്ല, നല്ല ഉൽപ്പാദനം കൂടുതലുണ്ട്. ഇത് രണ്ടും ഒരുപോലെ എനിക്ക് തോന്നുന്നു. ഏകദേശം സാമ്യമുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ സാജൻ ചേട്ടനോടൊപ്പം ഇത്തിരി സമയം ചിലവിട്ടു, കുറച്ച് അധികം അറിവുകളൊക്കെ പങ്കുവച്ചു. കുറച്ചധികം ഒന്നും വെച്ചില്ലല്ലേ? കുറച്ച് ജാതി കൃഷി എന്ന് പറയുന്ന ഒരു കടൽ പോലാണ്, ഒരുപാടുണ്ട് അറിയാൻ അല്ലേ? അതെ, കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം ഫാർമേഴ്സിനോട് നമുക്ക് പറയാനാണെങ്കിൽ, ഇപ്പം നമ്മുടെ കൃഷി ചെയ്യാനായിട്ടുള്ള ഫാർമേഴ്സിനാണെങ്കിൽ നമ്മുടെ ഫാം എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അവർക്ക് നേരിട്ട് വന്ന് കാണാം, നമ്മുടെ തോട്ടം കാണാം, അല്ലെങ്കിൽ നമ്മുടെ ജാതി മാതൃവൃക്ഷങ്ങൾ കാണാം. അതനുസരിച്ച് നമുക്ക് ഇഷ്ടമനുസരിച്ച് വേണമെങ്കിൽ വാങ്ങിക്കാം. അതനുസരിച്ച് നമുക്ക് ജാതി കൃഷിയിൽ മുന്നോട്ട് പോകാം എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, വിളിക്കുക. അതുപോലെ തന്നെ എനി ടൈം ഇവിടെ വരാം, ഇത് കണ്ട് വിസിറ്റൊക്കെ ചെയ്യാം. അതിനൊപ്പം തന്നെ നല്ല രസമുണ്ട് ഈ പ്രദേശമൊക്കെ അല്ലേ? ഇറങ്ങാണെങ്കിൽ കുറച്ച് മഞ്ഞും തണുപ്പും മഴയും ഒക്കെ. ഇവിടെ നല്ല AC ക്ലൈമറ്റ് ആണല്ലോ, അതാണല്ലോ ഏറ്റവും പ്രത്യേകം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. ഹില്ലി ഏരിയ. അതെ, നിങ്ങൾക്ക് ഇവിടെ വന്ന് തൈകളും വാങ്ങാൻ വേണമെന്നുണ്ടെങ്കിൽ സായഞ്ചാനോട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം. കുറച്ചൊക്കെ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി അതല്ല, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അത് ചെയ്യാം. നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില ഫാർമേഴ്സ് നമ്മൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ഫോണിലൂടെ നമ്മൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഇനങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ഈ ഇനത്തെക്കുറിച്ച് അല്ലേ, 2 ഇനങ്ങൾ, പ്രീമിയം, രണ്ടും പുന്നത്താനമാണ്. പുന്നത്താനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സാജനെ ബന്ധപ്പെടാവുന്നതാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ പണിക്കൻകുടിയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും കൂടി മുനിയറ. ഓക്കെ, ആ സ്ഥലപ്പേര് എപ്പോഴെപ്പോഴേക്കും മാറിക്കും. മുനിയറയാണ്. മുനിയറ പിന്നെ കുമ്പടിഞ്ഞാൽ എന്ന് പറയുന്നത് കറക്റ്റ് പ്ലേസ്. ബീനാമോളുടെ ഒക്കെ നാടാണ്. കൊളംബിയൻ ബീനാമോളുടെ നാടാണ്. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ തൽക്കാലം വിട വാങ്ങുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വിട വാങ്ങുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു, ബൈ.